പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. പിന്നെ വേറെ രണ്ട് അസുഖങ്ങൾ, അതായത് കോമൺലി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ ഗോയിങ് ചിൽഡ്രനിൽ രണ്ടെണ്ണം, ADHD, ഓട്ടിസം എന്ന് പറയുന്നത്. ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് കുറയുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് എഴുതുമ്പോഴായാലും ശരി, അവർക്ക് അറ്റൻഷൻ കുറയുന്നു. ക്ലാസ്സിൽ അറ്റൻഷൻ ഇല്ലാതെ പിള്ളേർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ അറ്റൻഷൻ കുറയുന്നു ഈ അസുഖത്തിൽ. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൊച്ചു ക്ലാസ്സിലിരിക്കുന്നു, ക്വസ്റ്റ്യൻ എല്ലാ സ്റ്റുഡൻസിനും ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ കൊച്ചു മൂന്നാമത്തെ റോയിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് റോയിൽ ചോദിക്കുമ്പോൾ തന്നെ ഈ കൊച്ചിന് ഹൈപ്പർ ആക്റ്റീവായി ഇപ്പം തന്നെ ഉത്തരം പറയണമെന്ന് തോന്നുന്നു. അങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുന്നു, ഒരിടത്ത് ഇരിക്കത്തില്ല. ക്ലാസ്സിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ക്ലാസ്സിലിരിക്കേണ്ട കൊച്ച് അവിടെ നിന്ന് പുറത്തു പോകുന്നു. ഇതുപോലെ ഹൈപ്പർ ആക്റ്റീവ്നെസ്, ഇമ്പൾസിവിറ്റി കൂടി ഹൈപ്പർ ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്, ഈ മൂന്ന് സ്പെക്ട്രം, അതായത് അറ്റൻഷൻ കുറയുന്നത്, ഹൈപ്പർ ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഇമ്പൾസീവ്നെസ് കൂടി ഇതുപോലെ ആക്റ്റീവ്നെസ് ചെയ്യുന്നത്, ഇത് മൂന്നുമാണ് ADHD എന്ന് പറയുന്നത്. ഇപ്പം ഇത് മൂന്നും വീട്ടിലിരിക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധയിൽ പെടത്തില്ല. പർട്ടിക്കുലർലി പേരൻസ് 2 പിള്ളേർ 3 പിള്ളേരുള്ള ഫാമിലിയിലൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പാടായിരിക്കും. ഇതൊക്കെ ഏർലിയർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് സ്കൂൾ ടീച്ചേഴ്സാണ്. ഇതുപോലത്തെ ഡിസോർഡേഴ്സിന് സ്കൂൾ ടീച്ചേഴ്സിന് അവയർനെസ് പോലെ നമ്മൾ നടത്തി സ്കൂൾ ടീച്ചേഴ്സിന് അവയർനെസ് ക്യാമ്പ് കൊടുക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പിള്ളേർ ഇത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന കണ്ടീഷനാണ്. പർട്ടിക്കുലർലി ഫോർ ടീച്ചേഴ്സ്, അവർ ഡെയിലി ക്ലാസ്സിൽ പോകുന്ന പിള്ളേർക്ക് ഇതുപോലെ ബിഹേവിയർ ചേഞ്ചസ് ഉള്ള പിള്ളേരൊക്കെ നോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഈസിലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പിള്ളേർ പേരൻസ്, അതായത് ടീച്ചേഴ്സ് പേരൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ളത് കിട്ടി. അതിനുള്ള കൗൺസിലിംഗ്, പിള്ളേർക്ക് അതിനുള്ള കൗൺസിലിംഗ് ഉണ്ട്, നമ്മൾ കൗൺസിലേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് വെച്ച് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. പേരൻസ് ഏതൊക്കെ രീതിയിൽ അവർ എന്തുകൊണ്ട് ഇങ്ങനെ ആയത്, ഈ ഹൈപ്പർ ആക്റ്റീവ് എന്തുകൊണ്ട് വരുന്നത്, എന്താണ് ട്രിഗറിങ് ഫാക്ടർ, ഇപ്പോൾ എന്തെങ്കിലും അവർ ചോദിച്ചത് കൊടുക്കാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡ് ഈ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാത്തതുകൊണ്ടാണോ, ഏതെങ്കിലും റീസൺ കണ്ടുപിടിച്ചാൽ അതിനെ സോൾവ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ വീട്ടിലുള്ള സോൾവിങ് ഫാക്ടർ കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമത് സ്കൂളിൽ അതുപോലെ ചിലരൊക്കെ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യും പിള്ളേരുമായിട്ട്. അപ്പോൾ അതുപോലത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അവർക്ക് ADHD-നെ കുറിച്ചും ഈ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ കൊണ്ട് പിള്ളേർക്ക് വരുന്ന ബിഹേവിയർ ചേഞ്ചസിനെ കുറിച്ചും ഒരു ക്ലാസ് എടുത്ത് അവർക്ക് ഇതിനൊക്കെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാക്സിമം കുറയ്ക്കാൻ പറ്റും. പിന്നെ ചില പിള്ളേർക്ക് മെഡിക്കേഷൻ വേണ്ടി വരും. അതൊക്കെ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത്, പീഡിയാട്രീഷ്യൻ പ്ലസ് ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട്, ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമുക്ക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ പറ്റും. ഇത് ADHD. വേറൊന്ന് ഓട്ടിസം സ്പെക്ട്രം. ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ഓട്ടിസം എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല. അതൊരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ആണ്. അത് ചില പിള്ളേർ ഓവർ ആക്റ്റീവ് ആയിരിക്കാൻ പറ്റും. ADHD-യിൽ ഒരു പാർട്ട് ഓട്ടിസമിന് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മെജോറിറ്റി ഓഫ് പിള്ളേർ ഓട്ടിസം വരുന്നത് കുറച്ച് ഡള്ളായിരിക്കും. പിള്ളേർ ഇമ്പൾസിവിറ്റി കുറവായിട്ട് ഡള്ളായിരിക്കുന്ന പിള്ളേർ, ഇതുവരെയും നമ്മൾ നോർമൽ പിള്ളേരൊന്നും ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ ടീച്ചേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കതിനെക്കുറിച്ച്, ഇതിന് മെജോറിറ്റി മെഡിസിൻസ് വേണ്ടി വരും. ഈ ഓട്ടിസം സ്പെക്ട്രമിന് മെഡിസിൻസ് നല്ല റെസ്പോൺസ് കിട്ടുന്നു. ഇവിടെയും നമുക്ക് ഫോളോ അപ്പിന് ഒരു 4 പിള്ളേർ വരുന്നുണ്ട്, അവർക്കൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം നല്ല റെസ്പോൺസ് ഉണ്ട്. സോ ഇതുപോലത്തെ ഇപ്പോൾ റീസെൻ്റ്ലി ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് മുമ്പ് ഇല്ലാതിരുന്നു. ഇപ്പോൾ പേരൻസിന് തന്നെ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്. പ്ലസ് ടീച്ചേഴ്സിന് അതിനുള്ള ക്ലാസ്സൊക്കെ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അതിന് ഏർലിയർ ഡയഗ്നോസിസ് ബെറ്റർ. അത് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ സൈക്കാട്രിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓട്ടിസം ഞാൻ പറഞ്ഞില്ല, ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു സിംറ്റമിൽ നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറാണ്. അത് മേ ബി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൊച്ച് ഭയങ്കര സൈലൻ്റ് ആയിരിക്കുന്നു, ഓട്ടിസം മറ്റു പിള്ളേരുമായിട്ട് മിങ്കിൾ ആവുന്നില്ല. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ടീച്ചേഴ്സ് പറയുന്ന കംപ്ലയിൻറ്റ്, മിങ്കിൾ ആവുന്നില്ല. രണ്ടാമതുള്ളത് പറഞ്ഞാൽ ഈ ഓട്ടിസം ഒരു കോ എക്സിസ്റ്റൻ്റ് ആണ്. അതായത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഉണ്ടാകും. ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ചിരിക്കേണ്ട സ്ഥലത്ത് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കാതെ വേറെ റിയാക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ അപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ സൈലൻ്റ് ആയിട്ടിരിക്കുക, ഡള്ളായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ റയറായിട്ട് ഇതിൽ ഓട്ടിസം സ്പെക്ട്രത്തിൽ തന്നെ അതർ എൻഡ് ഓഫ് സ്പെക്ട്രത്തിൽ ഹൈപ്പർ ആക്റ്റീവ് ഉള്ള സ്പെക്ട്രം ഉണ്ട്. സോ ആ സ്പെക്ട്രം ഹൈപ്പർ ആക്റ്റീവ് സ്പെക്ട്രത്തിലുള്ള ഓട്ടിസത്തിനെയും
അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ADHD നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഇത് ഒരു സിംറ്റം അല്ലെങ്കിൽ ഇപ്പോൾ ഫീവർ വരുന്ന പോലെ ഒരു സിംറ്റമിൽ ഒതുക്കുന്നതല്ല ഓട്ടിസം സ്പെക്ട്രം. ഒരു ബ്രോഡ് സ്പെക്ട്രമാണ്. മെയിൻലി കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് ഈ ഡൾ ആക്ടിവിറ്റി ആൻഡ് ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ ആണ്. ഇത് നോട്ട് ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 15 days തന്നെ ഈ ടീച്ചർ തന്നെ കൂടുതൽ പ്രാവശ്യം നോട്ട് ചെയ്യുമ്പോൾ അത് പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡോക്ടറെ എത്രയും പെട്ടെന്ന് പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.